തിരുവനന്തപുരത്ത് പെന്തക്കോസ്ത് പാസ്റ്റർമാർക്ക് ബി.ജെ.പി. പണം നൽകി എന്ന പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് എൽ.ഡി.എഫ്. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചെന്നും തെളിവായി ഷോൺ ജോർജിന്റെ വീഡിയോ കയ്യിലുണ്ടെന്നും എം. വിജയകുമാർ പറഞ്ഞു. നേരിട്ട് പണം കൈകളിൽ എത്തിക്കുന്ന കേന്ദ്ര പദ്ധതികൾ ഉണ്ടെന്നാണ് ബി.ജെ.പി. ജില്ലാ അധ്യക്ഷൻ വി. രാജേഷിന്റെ മറുപടി. പാസ്റ്റർമാര് ക്രിസ്ത്യാനികളെ നിങ്ങൾ ചെറുപ്പക്കാരെ പയ്യന്മാരില്ലേ ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണ്ടുകൂടെ അല്ലേ? എന്നിട്ട് നിങ്ങളമാരെ ബി.ജെ.പിയുടെ മീറ്റിങ്ങിന് പോയത് ആഹാരം ഇല്ലെങ്കിൽ കേരളത്തിനകത്ത് എന്തെല്ലാം അവസ്ഥകളുണ്ട് ആഹാരം കഴിക്കാൻ. തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുത്ത പെന്തക്കോസ്ത് സഭാ പാസ്റ്റർമാർക്കു നേരെ സഭാവിശ്വാസികളും നാട്ടുകാരും പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്. പൂവാറിലെ മഹീന്ദ്ര റിസോർട്ടിൽ നടന്ന വിരുന്നിൽ പണമിടപാട് നടന്നു എന്നാണ് എൽ.ഡി.എഫ്. ആരോപണം. വസ്തുതാപരമായ ഒരു കാര്യം വന്നത് പൂവാറിലാണ്. പൂവാറിലെ മഹീന്ദ്ര റിസോർട്ടുണ്ട്. ആ റിസോർട്ടിൽ വച്ചിട്ട് പാസ്റ്റർമാരെ വിളിച്ചിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്ത ഷോൺ ജോർജ് അദ്ദേഹം പറയുകയാണ്, ഞാനാണിത് വിളിച്ചു കൂട്ടിയത്. ഞാൻ വിളിച്ചു കൂട്ടി, എൻ്റെ ചുമതല ഇതാണിപ്പോൾ. ഈ ന്യൂനപക്ഷങ്ങളെയും ഈ വിഭാഗക്കാരെയും സ്വാധീനിക്കാൻ വേണ്ടി ബി.ജെ.പി. എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ബാക്കി ഈ അവരെ വിളിച്ചു കൂട്ടിയത് മാത്രമായിരിക്കുമല്ലോ അതിൻ്റെ പിന്നിൽ നടന്നത് എന്തൊക്കെയാണ്, അതെല്ലാം പുറത്തു കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. മറുപടിയുമായി ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി. രാജേഷ് രംഗത്തെത്തി. 100 കണക്കിന് പെന്തക്കോസ്ത് പാസ്റ്റർമാർ ബി.ജെ.പിയോട് അടുക്കുകയാണെന്നും അവരെ സ്വാധീനിക്കാൻ സ്വാഭാവികമായും ശ്രമിക്കുമെന്നും വി. രാജേഷ്. അതെ, പദ്ധതികൾ, ഗവൺമെന്റ് പദ്ധതികൾ, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികൾ, അവർക്ക് ഇപ്പം നേരിട്ട് അക്കൗണ്ട് വഴി പണം കിട്ടുന്ന പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ അവരിൽ കൂടുതൽ നടപ്പിലാക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. നേരിട്ട് അക്കൗണ്ട് വഴി, സീറോ ബാലൻസ് അക്കൗണ്ട് വഴി പണം കിട്ടുന്ന പദ്ധതികളുണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. പദ്ധതികൾ വഴി പണം അവർക്ക് ലഭിക്കുന്നുണ്ട്, അത് ഇനിയും ലഭിക്കും. ആരൊക്കെ തടസ്സപ്പെടുത്തിയാൽ ഞങ്ങൾ കൂടുതൽ ലഭ്യമാക്കാൻ ഇടപെടും. രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് പിടിക്കുന്നു എന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യു.ഡി.എഫ്. സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിനെ നേരത്തെ താക്കീത് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം.